അങ്ങനെ ഷോയാൻ ആ ഒരു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ വിറ്റിട്ട് വന്നതുകൊണ്ട് തന്നെ ഇയാള് ഫസ്റ്റ് ടൈം ഇവളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഷോയാന് വലിയ സന്തോഷമൊന്നും തോന്നില്ല. എന്നിട്ട് ഇയാള് ഇവളോട് എനിക്ക് നിന്റെ മദറിലോ ആരാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാനൊരു ഫാഷൻ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് നിനക്ക് എടുത്തു തരാം. അത് നീ നിന്റെ അമ്മായി അമ്മയോട് പറഞ്ഞ് അവരവരുടെ സിഒ ഫ്രണ്ട്സിനെയൊക്കെ ചേർത്ത് അങ്ങനെ ഒരു ലൈവ് സ്ട്രീം ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അവരൊക്കെ റിച്ച് ആൾക്കാരല്ലേ, സോ മറ്റുള്ളവരും അതുകൊണ്ട് ഇൻസ്പയർഡ് ആയി നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ഇവള് സോറി സർ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ഇയാളും അത് പറ്റില്ലെങ്കിൽ ഓക്കെ എങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യ്, നീ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ലൈവിൽ സംസാരിക്ക്. നീ ഒരു റിച്ച് ആയിട്ടുള്ള ലൈഫ് ജീവിച്ചതല്ലേ, ആ ഒരു ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു, ഒരു മിസ്ട്രസ് ആവാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തു, നീ ആ വെൽത്തി ഫാമിലിയിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാണ് നിന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടെത്തിയത്, അപ്പോഴുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഓരോ മൊമെന്റ്സ് വെച്ചിട്ട് ഓരോ സ്റ്റോറി പറയാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈവ് വേറെ ലെവലിലോട്ട് എത്തും എന്ന് പറയുമ്പോൾ ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. പക്ഷെ കടിച്ചു പിടിച്ച് എന്നെ കൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇയാളാണെങ്കിൽ നല്ലതുപോലെ ഇവളെ ഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ ഷോയാൻ ഒരു നോ തന്നെ പറയാണ്. സോ ഇയാൾക്കും ഇവളെ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നല്ല ദേഷ്യം വരുന്നു. ശരി എങ്കിൽ പിന്നെ നീ ഇവിടെ നിൽക്കണ്ട, പൊക്കോളായിട്ട് പറയുന്നു. പക്ഷെ ഷോയാൻ ഇയാളോട് സർ, ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 മാസമായി, ഇതുവരെ എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇയാളും ഓ തന്നില്ല അല്ലേ, ഞാനത് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇയാളത് ചെക്ക് ചെയ്തിട്ട് ഈ മാസം 20,000 യുവാൻ നീ ഏൺ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവൾക്കും അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ഇയാളാണെങ്കിൽ അതും ഇതും പറഞ്ഞ് കുറെ കണക്കുകളുടെ കാര്യം പറഞ്ഞിട്ട് ആ പ്രോഡക്ട്സിന് ഇത്രയും കൊടുക്കണം, അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ്, റിട്ടേൺ പേയ്മെന്റ് അതെല്ലാം കുറച്ചിട്ട് എത്ര രൂപയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാളെ കുറെ കള്ളക്കണക്ക് വെച്ച് കൂട്ടിയിട്ട് അവസാനം 1400 യുവാൻ മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയാണ്. ബാക്കി പൈസ മൊത്തം പല കണക്ക് പറഞ്ഞ് ഇയാള് തന്നെ അടിച്ചു മാറ്റാണ്. സോ ഇവള് അതെങ്ങനെയാ ശരിയാവുന്നത്, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയണം, എനിക്കെന്തോ ഇത് ശരിയായ കണക്കായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇയാള് നിനക്ക് മുഴുവൻ പൈസയും വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് പറയാണ്. അതായത് ശമ്പളം വേണമെങ്കിൽ ഇവളുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ലൈവിൽ വന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് പറയാണ്. സോ അത് കേട്ട് ഇവൾക്ക് നല്ല ദേഷ്യം വന്ന് കുറച്ച് ഹാർഷായിട്ട് തന്നെ ഇയാളോട് ഞാൻ ജോലി ചെയ്ത 1 മാസത്തെ ശമ്പളം എനിക്ക് കിട്ടിയിരിക്കണം, പിന്നെ നിങ്ങൾ പറഞ്ഞ എല്ലാ കള്ളക്കണക്കിന്റെ ഡീറ്റെയിൽസും എനിക്ക് ഇമെയിൽ ചെയ്തിരിക്കണം, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം ഇവള് നേരെ വരുന്നത് ലിന്നിന്റെ അടുത്തേക്കാണ്. അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ലിന്നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, മുന്നേ ഉള്ള ഒരു റൂംമേറ്റ്, ഇവളുടെ റൂംമേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഒരു ലൈവ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു ഡെലിവറി ഗേളും ആയിരുന്നു. സോ ഇവര് 3 പേരുമായിട്ട് നല്ല കമ്പനിയാണ്. സോ ആ ഒരു ഗുവാൻ ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് എടി നീ എവിടെയാ, യാവോടെ റിസൾട്ട് വന്നു, അവള് വീണ്ടും ഫീൽ ആയിരിക്കാം, ഇവള് നല്ല കരച്ചിലാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നില്ല, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുമ്പോൾ തന്നെ ലിന്നോടൊപ്പം ഷോയാനും അങ്ങോട്ടേക്ക് ചെല്ലാണ്. ആ ഒരു ഡെലിവറി ജോബ് ചെയ്തിരുന്ന വ്യക്തിയാണ് ഈ യാവോ എന്ന് പറയുന്ന പെൺകുട്ടി. ഇവളാണെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ ഇവള് ഫെയിലായി. ഒരുപാട് തവണ കൊണ്ട് ഇവള് ശ്രമിക്കുകയാണ്. പക്ഷെ ഇവൾക്ക് ഇതുവരെയും അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഷോയാനും ഇവളോട് നിന്റെ ഡിസൈൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ കുറച്ച് ആക്സസറീസിന്റെ മിസ്സിംഗ് ഉണ്ട്, അത് ചിലപ്പോ സമയമില്ലാത്തതുകൊണ്ടായിരിക്കും, അതെന്തായാലും നീ അടുത്ത തവണ പരിഹരിച്ചാൽ മതി, അപ്പൊ നിനക്ക് എന്തായാലും കിട്ടും എന്ന് പറയുമ്പോൾ ഇവള് അത് സമയമില്ലാത്തത് കൊണ്ടല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാ, ഇപ്പൊ തന്നെ ഞാൻ ഡെലിവറി ജോലി ചെയ്തിട്ടാണ് ഇത്രയും തന്നെ ഒപ്പിച്ചത്, ആ ഒരു കോമ്പറ്റീഷൻ വിജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ മതി, കഴിവ് വേണമെന്ന് പോലും ഇല്ല, അതെന്റെ കയ്യിലുണ്ടായിരുന്നില്ല, പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ അവർ വിജയിപ്പിച്ചാണ്, അത് കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് ഫീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷൂയാനും അവിടെയുള്ള യാവോടെ ഫുള്ള് ഡിസൈനും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നു. വളരെ നല്ല രീതിയിലാണ് അവള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിസൈനിങ് മാത്രം കൊണ്ട് കാര്യമില്ലല്ലോ, വേറൊന്നും ചെയ്യാൻ അവളുടെ കയ്യിൽ പൈസ ഇല്ല, അതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം. സോ ഒരു വിധം എല്ലാവരും കൂടെ ചേർന്ന് അവളെ എങ്ങനെയൊക്കെയോ ആശ്വസിപ്പിച്ച് ഓക്കെ ആകുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഷോയാൻ ലിനിനോട് യാവോയെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്, ഞാൻ ആദ്യമേ ഈ ഒരു സിറ്റിയിലേക്ക് വന്ന സമയത്ത് ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്, കയ്യിൽ പൈസ ഇല്ല, നല്ലൊരു ജോലിയില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നല്ലൊരു നിലയിൽ എത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവും എന്ന് വിചാരിച്ചു, പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ അതിനു വേണ്ടി കണ്ടെത്തിയ വഴി തെറ്റായിപ്പോയി, പക്ഷെ എന്റെ ലക്ഷ്യം അപ്പോഴും ഇപ്പോഴും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവളെ ഫീൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ലിന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ, നമുക്ക് എന്തായാലും പുതിയ വഴികളൊക്കെ കണ്ടെത്താം എന്ന് പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ഹോമിങ്ങിന്റെ ഓഫീസിലാണെങ്കിൽ കാണുന്നത് ആ ഒരു മാനേജർ ആണെങ്കിൽ ഇവൻ റിപ്പോർട്ട് ചോദിച്ചിരുന്നല്ലോ, അതെല്ലാം തന്നെ റെഡിയാക്കി നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ഇയാളാണെങ്കിൽ പുറത്തു വരുമ്പോൾ ഈ ഒരു ശിങ്കിടി വന്ന് ഇയാളോട് നമ്മള് പിടിക്കപ്പെടോ, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് എന്തായാലും അവൻ കണ്ടുപിടിക്കാത്ത രീതിയിൽ ഞാൻ എല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തായാലും അവൻ അധികകാലം ഇവിടെ വെച്ചോണ്ട് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ വേറൊരു പണി ഹോമിങ്ങിനിട്ട് പ്ലാൻ ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് പിറ്റേന്ന് ഇവരുടെ കൺസ്ട്രക്ഷൻ വർക്കില് ജോലി മുടക്കാനായിട്ട് ഒരാള് എത്തിയിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ അവിടുത്തെ ഒരു പേരുകേട്ട റൗഡിയാണ്. സോ ഹോമിങ്ങും അങ്ങോട്ടേക്ക് ചെന്ന് ഇയാളോട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, എന്തിനാ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ പേര് വാങ് എന്നാണ്. ഇയാളും ഇവനോട് വന്ന് ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾ മിസ്റ്റർ ഷെൻ ഹാമിങ് അല്ലേ,
ഞാൻ അറിഞ്ഞു നിങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എത്തിയിരിക്കുന്ന വ്യക്തിയാണെന്ന്. അതുകൊണ്ട് എന്റെ കൂടെ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തേക്ക്. ജിന്ദ ഗ്രൂപ്പ് വലിയ തുകയൊന്നും പേ ചെയ്യണ്ട, ഒരു 6 മില്യൺ നിങ്ങൾ തന്നേക്ക്, ഞാൻ പൊക്കോളാം എന്ന് പറയുമ്പോ ഹോമിങ്, അതായത് ഇയാൾ എന്തിനാണ് പൈസ ചോദിക്കുന്നത് വെച്ചാൽ ഈ ഒരു പ്രോജക്ട് മുന്നേ ചെയ്യാനിരുന്ന വ്യക്തി ഒരു വു എന്ന് പറയുന്ന ആളാണ്. അയാളാണെങ്കിൽ ഈ ഒരു പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ പലിശയ്ക്ക് എടുത്തിരുന്നത് ഈ വാങ്ങിന്റെ അടുത്ത് നിന്നാണ്. പക്ഷെ അയാളാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റും കളഞ്ഞിട്ട് പൈസയും കൊണ്ട് മുങ്ങി. ആ പൈസയാണ് ഇപ്പോ ഹോമിങ്ങിനോട് ഇയാള് ചോദിക്കുന്നത്. സോ ഹോമിങ് ഇയാളോട് നിങ്ങൾ ലോൺ കൊടുത്തത് മിസ്റ്റർ വുവിനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളോടാണ് പോയി ചോദിക്കേണ്ടതും അയാളെയാണ് കണ്ടുപിടിക്കേണ്ടതും. ഇത് ജിന്ദ ഗ്രൂപ്പിന്റെ ബാധ്യതയല്ല, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാനോ ആവില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറയാണ്. പക്ഷെ ഇയാളാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിനകത്തോട്ട് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും അവൻ എന്റെ പൈസയും കൊണ്ട് ഓടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ പൈസ പോയതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. പെട്ടെന്ന് ആലോചിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനം എടുത്തേക്ക്. അധിക സമയത്ത് ഞാൻ തരില്ല, എനിക്ക് എന്റെ പൈസ കിട്ടിയിരിക്കണം. അല്ലാത്ത പക്ഷം ഇവിടെ ഒരു ജോലിയും ആരും ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു പ്രോജക്ട് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനാകുമെന്ന് നീയൊക്കെ വിചാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ കളിച്ചത് ഈ ഒരു മാനേജർ തന്നെയാണ്. ഹോമിങ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ആ ഒരു വാങ്ങിനെ പേടിച്ച് ഓടും എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവിടെ ഷോയാനാണെങ്കിൽ ഇവരെ 3 പേരെയും വിളിച്ചിരുത്തിയിട്ട് ഒരു കാര്യം പറയാണ്. അതായത് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ, ഇവരുടെ അടുത്ത് ഒരു ഡിസൈനർ ഉണ്ട്, അതുപോലെ തന്നെ ഗുവാൻ അത്യാവശ്യം മോഡലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലൈവ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നല്ലോ. സോ ഒരു ഫ്രെയിം ഉള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല ലിലിനാണെങ്കിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ നല്ലതുപോലെ അറിയാം. ബാക്കിയുള്ള പ്രൊഫഷണൽ കാര്യങ്ങൾ എല്ലാം നോക്കാനും മാനേജ് ചെയ്യാനും ഷോയാനും കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ 4 പേരുടെയും കഴിവ് വെച്ചിട്ട് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതിന് ഫണ്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അതിനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ല. ഉള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അഥവാ ഇതെങ്ങാനും പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ ജോലിയൊക്കെ വിട്ടിട്ടല്ലേ ഇതിനകത്തോട്ട് ഇറങ്ങുന്നത്, ഇതിലോട്ട് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മള് പൈസക്ക് എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ ഷോയാനാണെങ്കിൽ ഒരു കാർഡ് എടുത്ത് മുന്നിൽ വെച്ച്, ഇത് എന്റെ ഐഡിയ തന്നെയല്ലേ, അതുകൊണ്ട് എന്റെ ഇതുവരെയുള്ള മുഴുവൻ സമ്പാദ്യം ഇതിനകത്തുണ്ട്, തൽക്കാലം നമുക്ക് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവര് 3 പേരും ഓക്കെ പറയാണ്. അവരുടെ ഒരു കഴിവ് ഷോ ചെയ്യാനുള്ള ഒരു മാർഗം കിട്ടുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവര് 3 പേരും തൽക്കാലം ഓൺലൈൻ ആയിട്ടാണ് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാൻ സ്റ്റുഡിയോ എന്നാണ് ഇവർ ആ ഒരു ബ്രാൻഡിന് പേര് നൽകിയിട്ടുള്ളത്. സോ അത് സ്റ്റാർട്ട് ചെയ്തു, അതിനുള്ള മെറ്റീരിയൽസ് കണ്ടെത്തുന്നു, അതുപോലെ തന്നെ യാവോ ഡിസൈൻ ചെയ്യുന്നു. ആ ഒരു ഡിസൈൻ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ഒരു പ്ലാറ്റ്ഫോമും വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ഒക്കെ തന്നെ ഷോയാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഗുവാൻ ആ ഒരു മോഡലിംഗ് ഒക്കെ ചെയ്ത് ഇവരുടെ ഫസ്റ്റ് വീഡിയോ അങ്ങനെ പബ്ലിഷ് ആവുകയാണ്. പക്ഷെ ഇവർ വിചാരിച്ച റീച്ചിലോട്ടും കാര്യങ്ങളോട്ടൊന്നും ആ ഒരു വീഡിയോ എത്തിയിട്ടില്ല. വെറും 40 ലൈക്ക് മാത്രമാണ് 5-6 മണിക്കൂർ പിന്നിട്ടിട്ടും ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. സോ അവരതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് നിരാശയിലാണ്. യുവും ഇവരുടെ ആ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് അവരെ കൊണ്ട് ആവുന്ന വിധം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. അവരുടെ ആ ഒരു ഡിസൈനിങ്ങിൽ വരുന്ന ബ്രാൻഡിന്റെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഇവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. മിക്കുള്ളവരും ഇവന്റെ ആ ഒരു ഷർട്ട് ശ്രദ്ധിക്കുകയാണ്. ഇത് എവിടെ നിന്നാ, ഇത് ഏത് ബ്രാൻഡ് എന്നൊക്കെ യുവിനോട് ചോദിക്കുന്നു. യുവും അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മുടെ യാൻ സ്റ്റുഡിയോയുടെ പേജ് ഇവരെ കൊണ്ട് ഫോളോ വരെ ചെയ്യിപ്പിക്കുന്നു. അവരുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഓർഡർ ചെയ്യാനുള്ള വഴിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവനെ കൊണ്ട് ആവുന്ന വിധം. അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഷൻ ആണെങ്കിൽ വീണ്ടും ഈ ഒരു നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഇവനെ കണ്ട് ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. എത്ര പറഞ്ഞിട്ടും ഇവന് മനസ്സിലാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ എന്തിനാ വീണ്ടും എന്റെ പുറകെ നടക്കുന്നത്? നിന്റെ അമ്മയ്ക്ക് ബാങ്ക് മാനേജർ അല്ലേ മരുമകളായിട്ട് വേണ്ടത്? ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥയല്ല, അതുകൊണ്ട് എന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോ ഇവൻ, നീ കഴിഞ്ഞതെല്ലാം മറന്നേക്ക്, എനിക്ക് നാട്ടില് നല്ലൊരു ജോലി ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ ഒരു കമ്പനിയിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ്, നല്ല ജോലിയാ, മാത്രമല്ല നല്ലോണം സമ്പാദിക്കാനും സാധിക്കും. നീ എന്റെ കൂടെ തിരിച്ചു നാട്ടിലേക്ക് വാ, നമുക്ക് അവിടെ പോയി ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്ന് പറയുമ്പോ ഇവള്, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞത്, എന്റെ തീരുമാനത്തിൽ ഇനി മാറ്റം ഉണ്ടാവാനേ പോകുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴും ഇവൻ ഇവളുടെ പുറകെ നടന്ന് ക്ഷമ ചോദിച്ചു, നാട്ടിലേക്ക് വാ, ഇനി ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിക്കില്ല, നമുക്ക് നന്നായിട്ട് ജീവിക്കാം, ഞാൻ നിന്നോടൊപ്പം ഇനി അടിയുണ്ടാക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ തന്നെ പോവാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് ഇനി ആലോചിക്കാനേ വയ്യ. രക്ഷപ്പെട്ട് വന്നതാണ്. ഇവന്റെ വാക്കുകൊണ്ട് കൂടെ പോയാൽ എന്തായാലും ഇവൾക്ക് ഇനിയൊരു ലൈഫ് നല്ലത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ എന്തൊക്കെ പറഞ്ഞ് ഇവനെ ഒഴിവാക്കാൻ നോക്കിയിട്ടും ഇവൻ ഒഴിവാവുന്നില്ല. നമ്മള് ചെറിയൊരു നിസ്സാര കാര്യത്തിനല്ലേ ബ്രേക്കപ്പ് ആയത്, എനിക്കറിയാം നിനക്ക് ഇപ്പോഴെന്നെ ഇഷ്ടമാണെന്ന്, ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ കയ്യിൽ കയറി പിടിച്ച് ഇവളെ ഫോഴ്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവനെ പിടിച്ച് മാറ്റുന്നു. എന്നിട്ട് നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ യുവിനെ കണ്ട് ഷെനിന് നല്ല ദേഷ്യവരാണ്. എവിടെ പോയാലും നീ ഉണ്ടല്ലോ, നീ എന്തിനാ ഇവളെ പിറകെ നടക്കുന്നത്? എന്തായാലും നീ വന്നത് നന്നായി, ഞങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്തു, ഇവള് എന്റെ കൂടെ നാട്ടിലേക്ക് വരാൻ സമ്മതിച്ചു എന്ന് പറയുമ്പോ ഇവളാണെങ്കിൽ നേരെ യുവിന്റെ അടുത്തേക്ക് നിന്നിട്ട് അവന് വട്ട, ഞാൻ എന്റെ തീരുമാനം മാറ്റിയിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. സോ യുവും ഷെനിനോട്, ഇവള് പറഞ്ഞത് കേട്ടില്ലേ, ഇനി ഇവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്, നീ നാട്ടിലേക്ക് പോക്കോ, അവൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോ ഇവൻ യുവിനോട്, എനിക്കറിയാം നിനക്ക് ഇവളെ ഇഷ്ടമാണെന്ന്,
നിനക്കത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിൽ വെച്ച് പറ എന്ന് പറഞ്ഞ് യുവിനെ വെല്ലുവിളിക്കുമ്പോ യുവും കുറച്ച് സമയം ഒന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇവളെ ഇഷ്ടമാണ് എന്ന് പറയാണ്. അത് കേട്ട് ലിന്നാണെങ്കിൽ നന്നായിട്ട് ഷോക്കാവുന്നു. അതുപോലെ തന്നെ ഷെന്നും. യു പെട്ടെന്ന് ആ ഒരു കാര്യം തുറന്നു പറയൂന്ന് ഷെൻ ഒട്ടും തന്നെ വിചാരിച്ചില്ല. സോ ഷെൻ ഇവനോട് നീ എന്താ ഇപ്പൊ പറഞ്ഞത്, ഒന്നുകൂടെ പറ എന്ന് പറയുമ്പോ യു ആണെങ്കിൽ നീ എന്താണോ കേട്ടത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ലിനിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഒരു താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനാവുന്നില്ല. ഇവൾക്കാണെങ്കിൽ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. അതുപോലെ യുവിനാണെങ്കിൽ അവൻ പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവളോട് പറയാൻ പോലും ആവുന്നില്ല. സോ ഇവൻ ഇവളോട് നിന്നെ ഇപ്പൊ കാണാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ഷുയാന്റെ സ്ഥലത്താണ്, വർക്ക് റിലേറ്റഡ് ആയിട്ട് ബിസിയാണ്, അതാ ഇങ്ങോട്ട് വരാത്തത് എന്ന് പറയുമ്പോ ഇവനും ശരി ശരി അതൊക്കെ നന്നായിട്ട് തന്നെ നടക്കട്ടെ, നിന്റെ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ക്ലാസ്സിൽ കയറുന്നത് കുറവാണെന്നാ പറഞ്ഞത്, നീ എന്തായാലും ക്ലാസ്സിൽ കയറണം, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുമ്പോ ഇവളും ഇവനോട് എന്റെ ടീച്ചർ ഇപ്പോഴും നിന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവനും അതെ എന്ന് പറയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് നാണവും കാര്യങ്ങളൊക്കെ ആവുന്നു. യുവിനും എന്തോ ഇൻട്രസ്റ്റ് ഇവളോടുണ്ട് എന്ന് ലിനിന് മനസ്സിലാവുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഷുയാന്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവരെല്ലാം നല്ല നിരാശയിലാണ്. കാരണം ഇതുവരെയും ഓർഡറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഫസ്റ്റ് ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോയും വലിയ റീച്ചിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ 11 ഫോളോവേഴ്സ് അധികം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലിന്നാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ, ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവര് ഇങ്ങനെ പോയാലും ശരിയാവില്ല, നമ്മൾ വിചാരിച്ച രീതിയിലോട്ട് എത്തിയില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ നഷ്ടം തന്നെ വരും എന്ന് പറയുമ്പോൾ ഷുയാൻ ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവരോട് വന്നാൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, പല കാര്യങ്ങളും അതുകൊണ്ട് പഠിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. നമ്മളെ പോലെ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡ് അവരുടെ തുടക്കവും ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. സോ അവർ ആ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ ആഗ്രഹിച്ച രീതിയിലോട്ട് റീച്ചും കാര്യങ്ങളും എത്താത്തത് കൊണ്ട് തന്നെ അവർ പിന്നീട് അവരുടെ ആ ഒരു ബ്രാൻഡ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റങ്ങൾ വരുത്തി. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഇപ്പോൾ ട്രഡീഷണൽ രീതിയിലാണ് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇനി അതൊരു എത്നിക് വിയറിലോട്ട് മാറ്റണം. ഒരാൾ പുറത്തു പോകുമ്പോഴും പാർട്ടിക്ക് പോകുമ്പോഴും വെഡിങ്ങിന് പോകുമ്പോഴും ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സ് ആയിരിക്കണം നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. എല്ലാ തരത്തിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ കൊടുക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഐഡിയ മനസ്സിലാവുന്നു. ആവോയ്ക്കും താൻ ഇനി പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊരു ഐഡിയ കുറച്ചുകൂടെ കിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി ഇവര് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇവിടെ ഹോമിംഗ് ആണെങ്കിൽ ഷുയാൻ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ചാനലിൽ കയറി നോക്കുന്ന സമയത്ത് ഷുയാനെ കാണുന്നില്ല. മറ്റൊരു പെൺകുട്ടിയാണ് അവൾക്ക് പകരം നിൽക്കുന്നത്. ഷുയാനെ എന്ത് പറ്റിയെന്ന് ഇവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അസിസ്റ്റന്റ് ഇവനെ വിളിക്കുന്ന സമയത്ത് ഇവൻ ഷുയാനെ എങ്ങനെ പോകുന്നു, അവള് ലൈവും കാര്യങ്ങളൊന്നും ചെയ്യുന്ന കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയാളും ഇവനോട് പുള്ളിക്കാരി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് നല്ല രീതിയിലൊന്നല്ല പോകുന്നത്, ലൈവ് സ്ട്രീം ഒക്കെ ക്വിറ്റ് ചെയ്തു. മാഡം മാത്രമല്ല മാഡത്തിന്റെ സിസ്റ്ററും അവരുടെ 2 ഫ്രണ്ട്സും കൂടെയൊക്കെ ഉണ്ട്. ആ ഒരു പേജിന് 100 ഫോളോവേഴ്സ് പോലും ആയിട്ടില്ല, അത്യാവശ്യം മോശമായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോ ഹാമിങ്ങും ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗുണ്ട ഉണ്ടല്ലോ വാങ്, അയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അസിസ്റ്റന്റും ഇവന്റെ ഇമെയിലിലോട്ട് അയച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അന്ന് നൈറ്റ് ഹാമിങ് ആണെങ്കിൽ ഇയാളുടെ സങ്കേതത്തിലേക്ക് ഇയാളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇയാളും ഇവനോട് പൈസയെക്കുറിച്ച് സംസാരിക്കാനാണോ എത്തിയത്, പൈസ കൊണ്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹാമിങ് പൈസയുടെ കാര്യം സംസാരിക്കാൻ തന്നെയാണ് വന്നത്, നമുക്കൊന്ന് പുറത്തോട്ട് പോയി സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ആദ്യം ഇവനോടൊപ്പം പോകാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇവൻ കുറച്ച് നിർബന്ധിക്കുമ്പോൾ ഇയാളുടെ ആളുകളെയും കൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ഇയാളാണെങ്കിൽ ഹോമിങ്ങിനോട് എന്താ പറയാൻ വന്നത് എന്ന് ചോദിക്കുന്നു. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നില്ല. പറയാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് ഇയാളുടെ വീട്ടിലേക്കാണ്. കറക്റ്റ് ഇയാളുടെ അമ്മയും വെളിയിലേക്ക് വരുന്ന സമയമായിരുന്നു അത്. അമ്മയെ കണ്ട് പെട്ടെന്ന് ഇയാൾ അവിടെ നിന്ന് ഒളിക്കാണ്. കാരണം ഇയാൾക്ക് അമ്മയെ ഭയങ്കര പേടിയാണ്. ഇയാള് റൗഡിത്തരം കാണിച്ച് നടക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇയാളെ കാണുന്നത് പോലും ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും അടുപ്പിക്കാറില്ല. പക്ഷെ അതിനു മുന്നേ തന്നെ ഹോമിങ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ സമയം തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഇയാളുടെ അമ്മയെ പോയി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ ഹോമിങ്ങിനോട് നന്നായിട്ട് സംസാരിക്കുമ്പോൾ ഇയാൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഇയാളും അടുത്തേക്ക് ചെല്ലുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ അല്ല ഇവൻ എന്താ ഇവിടെ, മോനോട് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ, എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് ഇവനെ തല്ലിക്കൊല്ലും എന്ന് പറയുമ്പോൾ ഹോമിങ് ഇല്ലില്ല ഞങ്ങൾ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ അമ്മയും കുറച്ച് കൂളായിട്ട് എങ്കിൽ പിന്നെ അകത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും അകത്തുള്ള ഹാളിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നു. അപ്പോ ഇയാളാണെങ്കിൽ ഹോമിങ്ങിനോട് നീ എന്റെ അമ്മയെ കയ്യിലെടുത്ത് വെച്ചേക്കാണല്ലേ, അമ്മയെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയി റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ ഹോമിങ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അതിന്റെ ലാഭം വെച്ചാണ് നിങ്ങൾ ആളുകൾക്ക് ലോൺ കൊടുക്കുന്നത്. സോ നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമല്ലോ. പക്ഷേ കുടുംബക്കാരും നാട്ടുകാരും ഒന്നും നിങ്ങളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അല്ലേ, എല്ലാരും നിങ്ങളെ കാണുന്നത് ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് അതിനിപ്പോ നിനക്ക് എന്താ വേണ്ടത്, ഇതൊന്നും നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഹോമിങ് അതെനിക്കറിയാം, പക്ഷെ നിങ്ങളുടെ ആ ഒരു ബാഡ് ഇമേജ് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പോം വഴി എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ അമ്മയുടെ ക്ഷമ കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അല്ലേ, പക്ഷെ അതിനും ഒരു പോം വഴിയുണ്ട്.
എന്ന് പറയുമ്പോൾ ഇയാളും കാര്യം എന്താണ് എന്ന് പറയാനായിട്ട് ഇവനോട് പറയുന്നു. സോ ഹാമിങ്ങും ഇയാളോട് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. സോ നിങ്ങൾ ഫണ്ട് ഇറക്കി ഞങ്ങളുടെ കമ്പനിക്ക് ആ ഒരു പ്രോജക്റ്റ് തരികയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ നാട്ടുകാരുടെ മുന്നിലുള്ള കാഴ്ചപ്പാട് മാറും. എല്ലാവരുടെയും കണ്ണിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരിക്കും. പുറത്തുനിന്ന് ഈ നാട്ടിലോട്ട് വരുന്നവരും നിങ്ങളെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും. ആരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ കൊണ്ട് പറ്റി എന്നൊരു പേര് നിങ്ങൾക്ക് വരും. നിങ്ങൾ ആദ്യം ഒരു സംരംഭത്തിനായിട്ട് പൈസ ഇറക്കി അത് ഫുള്ള് നഷ്ടമായെന്ന് വിചാരിച്ച് ഇനി നിങ്ങൾ ഇറക്കാൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നല്ലൊരു കമ്പനി ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഇപ്പോൾ ഫണ്ട് ഇറക്കുകയാണെങ്കിൽ എന്തായാലും ഗവൺമെന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല. നിങ്ങൾക്ക് ഭാവിയിൽ ആ ഒരു പൈസയും തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു പേരും കിട്ടും. അമ്മയുടെ മുന്നിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയായി മാറും. അതിൽ നിങ്ങളോട് ക്ഷമിക്കും എന്നൊക്കെ പറയുമ്പോ ഇയാൾക്ക് ഇവൻ പറയുന്ന ആ ഒരു കാര്യത്തിനോട് നല്ലൊരു ഇംപ്രഷൻ വരെയാണ്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിനോട് നീ എന്നെ ഫൂളാക്കുന്നതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവനും ഒരിക്കലും അല്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോ ഇയാളാണെങ്കിൽ ആ ഒരു കാര്യത്തിന് ഫുള്ള് റെഡിയാണ് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റിന് ഇനി ഇയാളുടെ തടസ്സം ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഹോമിങ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അല്ലാണ്ട് ഇയാളുടെ ഇമേജ് നന്നാക്കിയിട്ട് ഇവനൊന്നും കിട്ടാനില്ല. ഹോമിങ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് ഇയാളുടെ വീക്ക്നെസ്സിലാണ് കയറി പിടിച്ചത്. ഇയാളാണെങ്കിൽ നല്ലൊരു പേരുണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതെല്ലാം തന്നെ ഇയാൾക്ക് പാരകളായിട്ടാണ് അവസാനം വരുന്നത്. അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ പോലും അമ്മ കയറ്റാത്തത്. ഇപ്പോ ഈ ഒരു ഐഡിയ ഹോമിങ് പറയുന്നത് നല്ലതായിട്ട് ഇയാൾക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ ഇയാള് ഓക്കെ പറയാണ്. അമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഹോമിങ് ഈ ഒരു മാനേജറിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇയാളാണെങ്കിൽ ഒരു ഫുള്ള് ബോട്ടിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവനെ സോപ്പിടാനൊക്കെ ആയിട്ട് ഹോമിങ്ങും ഇയാൾക്ക് വേണ്ടി ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇയാളും ഇവനോട് വന്ന് നിങ്ങൾ അങ്ങനെ മിസ്റ്റർ വാങ്ങിനെയും കയ്യിലെടുത്തല്ലേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ നിങ്ങൾ വലിയൊരു പുലി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവന് ചിയേഴ്സ് പറയുന്നു. ഇയാളുടെ ആ ഒരു പ്ലാനും കൊളമായല്ലോ, നല്ല വിഷമമുണ്ട് എങ്കിലും ഭയങ്കര സന്തോഷമുള്ളതുപോലെയാണ് പുറമേ നിൽക്കുന്നത്. പക്ഷെ ഹോമിങ് ആണെങ്കിൽ ഇയാളോട് പുതിയ ജനറൽ മാനേജർ ഉടനെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തും എന്ന് പറയുമ്പോ അത് കേട്ട് ഇയാള് പുതിയ മാനേജറോ, അപ്പോ നിങ്ങൾ എന്നെ പുറത്താക്കാൻ നോക്കുകയാണോ? അതിന്റെ ചെലവാണോ ഇതൊക്കെ? അല്ല, ഇതൊക്കെ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ എന്നെ സംശയിക്കുകയാണല്ലേ? ഞാൻ ഇതുവരെയും ഈ കമ്പനിയിൽ നിന്ന് ഒരു തരി പൈസ പോലും എടുത്തിട്ടില്ല. നിങ്ങൾ ഇത്രയും ക്രൂരനായിരിക്കും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗിക്കുമ്പോ ഹാമിങ് അല്ല, നിങ്ങളുടെ അളിയൻ ഒരു റീറ്റെയിൽ സ്റ്റോർ നടത്തുകയാണല്ലേ, ആന്റിക്സിന്റെ ഒക്കെ ഒരു ഷോപ്പ് എന്ന് ചോദിക്കുമ്പോ ഇയാള് അതെ, അത് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിസിനസ് ആണ്. അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഇവൻ അവിടെ സ്റ്റോൺ വെച്ചിട്ട് ഗാംബ്ലിംഗ് നടത്താറുണ്ടല്ലേ, ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ വെച്ചിട്ട് എന്ന് ചോദിക്കുമ്പോ ഇയാളൊന്ന് പതറുന്നു. പക്ഷെ ഇവനോട് അതിനിപ്പോ എന്താ പ്രശ്നം? ചിലപ്പോ ഗാംബ്ലിംഗ് ആവുമ്പോ നഷ്ടം ഉണ്ടാവും, ലാഭം ഉണ്ടാവും, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ഹോമിങ് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഇയാളെ കാണിക്കുന്നു. അതായത് നേരത്തെ ഇവിടെ പ്രോജക്ട് ചെയ്യാനിരുന്ന ആ ഒരു വു എന്ന് പറയുന്ന വ്യക്തി 6 മില്യൺ ആണല്ലോ വാങ്ങിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചിരുന്നത്. സോ ആ ഒരു വുവിന്റെ കയ്യിലുണ്ടായിരുന്ന 6 മില്യൺ ഈ മാനേജർ ആണെങ്കിൽ ഇയാളുടെ അളിയന്റെ ആ ഒരു സ്റ്റോൺ ഗാംബ്ലിംഗിൽ കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ടാണ് ഫുള്ള് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഈ ഒരു മാനേജറാണ് വോയിന്റെ പൈസ മൊത്തവും നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നിട്ട് ആ ഒരു പൈസ ഇയാളും ഇയാളുടെ അളിയലും കൂടിയാണ് കൈക്കലാക്കിയത്. അതാരും കണ്ടെത്തില്ല എന്നായിരുന്നു ഇയാൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഹോമിങ് ആണെങ്കിൽ അത് കണ്ടെത്തിയിരിക്കുകയാണ്. ആ ഒരു വു ആണെങ്കിൽ വാങ്ങിനെ പേടിച്ച് നാട് വിട്ടു. പൈസ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി വാങ്ങിനോട് പറഞ്ഞു നിൽക്കാനാവില്ലെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ ഈ ഒരു പ്രോജക്റ്റ് ഉപേക്ഷിച്ച് അയാൾ നാട് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ആ ഒരു 6 മില്യൺ ഇയാൾ അടിച്ചു കാര്യം ആരും പുറത്ത് അറിയില്ല എന്നായിരുന്നു ഈ മാനേജർ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇയാളുടെ അളിയന്റെയൊക്കെ ഫുള്ള് കള്ളകളെ ഹോമിങ് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളോട് ഈ ഒരു കാര്യം പുറത്തറിഞ്ഞാല് 10 വർഷമെങ്കിലും മിനിമം ജയിലിൽ കിടക്കാം. അത് മാത്രമല്ല നല്ലൊരു തുകയെ നീയൊക്കെ കെട്ടിവെക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇയാൾ നല്ലതുപോലെ പേടിക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഹോമിങ്ങിനോട് എതിർത്ത് വാദിച്ചു നിന്ന് വലിയ പണി വാങ്ങാതെ നൈസിന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അയാള് പോയാൽ തന്നെ ഈ ഒരു കമ്പനി രക്ഷപ്പെട്ടല്ലോ, ഇവിടെ പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രാഞ്ചിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഹോമിങ് തിരിച്ച് കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അച്ഛന് അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ നടന്നിട്ടുള്ള അഴിമതിയും കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനിയിലെ ബോർഡ് മെമ്പേഴ്സിലെ ചിലര് ആ അഴിമതിക്ക് കൂട്ടു നിന്നിട്ടുമുണ്ട്, പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ ചില പേരുകള് ഇദ്ദേഹത്തെ കാണിച്ച റിപ്പോർട്ടിൽ കൊടുത്തിട്ടാണ് ഹോമിങ് അവിടെ നിന്ന് പോകുന്നത്. ഹോമിങ്ങിന്റെ ഫാദറും ആ ഒരു റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിലാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ഫ്രണ്ട്, അയാളും ഇവരുടെ ബോർഡ് മെമ്പർ ആണ്. അയാളുടെ പേര് ചെന്നെന്നാണ്. അയാളുടെ പേരും ഈ ഒരു റിപ്പോർട്ടിലുണ്ട്. അയാളാണെങ്കിൽ കുറച്ച് അധികം നാളായിട്ട് ഇവരുടെ ഒരു ബോർഡ് മീറ്റിംഗിലും പങ്കെടുക്കാറില്ല. കാരണം അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. അയാൾ നൈസിന് ഇവരുടെ ആ ഒരു കമ്പനിയുടെ പല വഴികളിൽ നിന്നും പൈസ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് നമ്മൾ ഇപ്പോ കാണുന്നത്. ഇത്രയും നാള് ഇയാൾക്ക് നല്ലൊരു തുക തന്നെ പല വഴികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഹോമിങ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇനി ആ ഒരു വഴി പണം കിട്ടില്ലല്ലോ. പക്ഷെ ഇയാളുടെ പേര് അവർ കണ്ടുപിടിച്ചെന്ന് ഇയാൾക്ക് അറിയില്ല. ഇയാളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ഹോമിങ്ങിന്റെ ഫാദറിന്റെ ചെയർമാൻ സ്ഥാനം പിടിച്ചെടുക്കുക, ആ ഒരു കമ്പനിയുടെ മുഴുവൻ അധികാരി ആവുക
എന്നുള്ളതാണ്. അതാണ് ഇയാള് അതിന്റെ ഇടയിലൂടെ ശ്രമിക്കുന്നത്. പക്ഷെ ഇയാളുടെ എല്ലാ വഴികളും ഹോമിങ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതിയ വഴിയായിട്ട് ഇയാൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഹോമിങ്ങും ഷുയാനും ഡിവോഴ്സ് ആവാൻ പോവാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാളുടെ അസിസ്റ്റന്റിനെ വിളിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അവർക്കെതിരെ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാണ്. അതായത് ആ ഒരു ഡിവോഴ്സിന്റെ വാർത്ത സത്യമാണ് എന്ന് തെളിയിച്ച് അവരുടെ കമ്പനിയെ നശിപ്പിക്കാനാണ് ഇനി ഇയാൾ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.